ഒരു കടിക്ക് കയറാൻ പറ്റുക. ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടി പറഞ്ഞാണ്ട് എല്ലാ സാധനങ്ങളും മുഴുവൻ വാങ്ങിച്ചാണ്. ഇതാണ് ഇതിന്റെ എല്ലാം MD. ആകെ ഒരു സ്റ്റാഫുള്ളൂ ഇവിടെ നമ്മളെ ചെറുക്കാം അല്ലെ. മൈക്കിൾ ജാക്സൺ എലിയാസ് അജു. ഇതാണ് കിളി പറയാൻ മുതലാളി. അപ്പൊ എന്താ പറയണ്ടേ, എല്ലാരും വരിക അല്ലെ. ആ സേമിയ മാത്രം വാങ്ങിയാൽ മതി. എല്ലാ സാധനം വാങ്ങിക്കോളി. പയറ്, മുതിര, കടുക്, ഉലുവ, ജീരകം. ഈ കടുക് മുതലൊക്കെ എവിടുന്ന് കൊണ്ടുവരണേ? ഇതൊക്കെ മൈസൂരിൽ കൊണ്ടുവരും. ഒക്കെ മൈസൂരിൽ കൊണ്ടുവരാ ഡയറക്റ്റ് ആയിട്ട്. ഇതൊക്കെ കൊടുക്കണ്ട, വില കുറച്ചുകൂടെ കൊടുക്കുക. മൻസൂറിന്റെ കടയിൽ പച്ചക്കറി പിന്നെ ഓരോരോ വെറൈറ്റി പേരാളാണ്. കൊല്ലാറ പ്രാവശ്യം ഞായറാഴ്ച അല്ലേ ഇവിടുന്ന് സാധനം കിട്ടുന്നത്. ഇത് കിട്ടിയിട്ട് വേണ്ടോ കൊണ്ടുവന്ന് നോക്കണമെങ്കിൽ ഞായറാഴ്ച മാർക്കറ്റ് ഉണ്ടാവും. ഇന്നലെ വെച്ച മാണിക്കക്കല്ല് പച്ചമുളക്, മുത്തുമണി വെളുത്തുള്ളി, ചെറുള്ളിന്റെ ഒരു ചൊറുക്കൊക്കെ ഐശ്വര്യറായി മാറി. തക്കാളിയൊക്കെ എന്താ ഇതിന്റെ വ്യത്യാസം. നിലമ്പൂരങ്ങാടിയിൽ മൈസൂറിന്റെ വില തന്നെ കിട്ടുള്ളൂ ഈ സാധനമൊക്കെ അല്ലേ. മരുള്ളൊക്കെ എന്താ വേണ്ട. പിന്നെ പിന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. അത് കേൾക്കുന്നു. അല്ലാത്ത ഇന്ന് പോണ്ടോ? എന്താ പൂനെന്നൊക്കെ കൊണ്ടുവരുന്ന സാധനം. പൂനെന്ന് നേരിട്ട് കൊണ്ടുവരുന്ന സാധനം. അതിന്റെ ചൊറുക്കൊക്കെ പഠിപ്പിച്ചുകൊടുക്കാം. അടിച്ചാൽ അറിയും. ഒന്നുമല്ല. അപ്പൊ ഇതിങ്ങനെ കിട്ടണം നമുക്ക്. നമ്മളെ കടയിലേക്ക് മാത്രം കിട്ടും. ദാസേട്ടന്റെ പയ്യോളി മിച്ചർ, ദാസേട്ടന്റെ മിച്ചർ കേട്ടോ. ദാസേട്ടൻ ഉണ്ടാക്കുന്ന മിച്ചർ. ഈ മിച്ചറിന്റെ ടേസ്റ്റ് ഇത് ഒരൊറ്റ വട്ടം തിന്നോ പിന്നെയും ഇതെന്നെ കൊണ്ടുപോകും. അതേമാതിരി ഈ മലയാളീസിന്റെ നോക്കും. മലയാളീസ് ഉണ്ടാക്കാൻ നോക്കും. ഇതിന്റെയൊക്കെ ഒരു രസം എന്താ പാട്ടില്ല ലോകത്തിന്റെയൊക്കെ. പക്ഷെ നമ്മള് നിഫൂസ് അച്ചാർ എടുത്താ. നിഫൂസ് അച്ചാർ തുടങ്ങി നമ്മളെ വീട്ടിച്ചാലിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന അച്ചാറാട്ടത് എമ്മാതിരി ടേസ്റ്റായി സാധനം. നിഫൂസ് അച്ചാർ വീട്ടിച്ചാലിൽ നിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ അടിപൊളി അച്ചാറാണ്. പിന്നെ കർമ്മതിക്ക കഞ്ഞിക്ക് പറ്റിയ സാധനമാണ്. മൻസൂറിന്റെ കട മുക്കട്ടങ്ങാടിയില് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട. PT സ്റ്റോർ. ഒരുപാട് ഓഫറുകളുണ്ട് ഇവിടെ ഈ കടയിൽ. എല്ലാത്തിനും വില കമ്മിയാണ് അല്ല മനസ്സിലാവും.